ഈ ഒരു വേൾഡ് എയ്ഡ്സ് ഡേയിൽ തീർച്ചയായിട്ടും HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മിഥ്യാധാരണകൾ തിരുത്തണം എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഒരുപാട് മിഥ്യാധാരകളും അതിൻ്റെ യഥാർത്ഥ വസ്തുതകളും ഒന്ന് പറഞ്ഞു തരാൻ ഈ വേൾഡ് എയ്ഡ്സ് ഡേയിൽ ഞാൻ കുറച്ച് സമയം വിനിയോഗിക്കുകയാണ്. ഒരു HIV പോസിറ്റീവായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു, ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഡോക്ടറെ, എനിക്കിപ്പോൾ HIV പോസിറ്റീവ് ആകുമോ? ഒരിക്കലും അങ്ങനെ ചെയ്തുകൊണ്ട് HIV പകരൂല. HIV പോസിറ്റീവ് ആയ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളേക്ക് അത് പകരണമെങ്കിൽ അവരുടെ ശാരീരിക സ്രവങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാവണം. ഏതൊക്കെ സ്രവങ്ങളാണ്? ഒന്നുകിൽ രക്തം, സീമൺ, വൈജൈനൽ ഫ്ലൂയിഡ്സ്, പിന്നെ മൂലത്തിലൂടെ വരുന്ന സ്രവങ്ങൾ, പിന്നെ ബ്രസ്റ്റ് മിൽക്ക്. ഇതൊക്കെ വഴി മാത്രമേ ഇത് പകരാൻ സാധ്യതയുള്ളൂ. HIV പോസിറ്റീവായ എല്ലാവർക്കും എയ്ഡ്സ് വരുമോ ഡോക്ടറെ? അല്ലെങ്കിൽ HIV പോസിറ്റീവായ ഈ സംഭവത്തിനെയാണോ എയ്ഡ്സ് എന്ന് പറയുന്നത്? നോ 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 നോ. HIV പോസിറ്റീവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് എയ്ഡ്സ് ആണെന്നല്ല. എയ്ഡ്സ് ആവണമെങ്കിൽ HIV പോസിറ്റീവ് അല്ലെ എയ്ഡ്സ് ഡിഫൈനിങ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടേണ്ടത്. അതിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. കപ്പോസി, സാർക്കോമ, ന്യൂമോസിസ്റ്റിസ്, കരൈനി ന്യൂമോണിയ, അങ്ങനത്തെ പല രോഗങ്ങളും ചേർന്നൊരു മിശ്രമായ ഒരു അവസ്ഥയിലേക്ക് ഈ HIV പോസിറ്റീവായ ആൾക്കാർ മാറുമ്പോഴാണ് അത് എയ്ഡ്സ് ആയിട്ട് മാറുന്നത്. അത് മാറാനുള്ളൊരു സാധ്യത ഇന്ന് വിദൂരമാണ്. കാരണം HIV പോസിറ്റീവായ ഒരു വ്യക്തിക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആൻറ്റി റെട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ് ഇന്ന് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് HIV പോസിറ്റീവ് ഒരാൾക്ക് അത് എയ്ഡ്സ് ആയിട്ട് മാറുന്നത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പവർ വളരെ താഴ്ന്ന ലെവലിലേക്ക് പോകുമ്പോഴാണ്. ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ 4 എന്ന് പറയുന്ന CD4 എന്ന് പറയുന്ന ഒരു റിസപ്റ്ററിൻ്റെ അളവ് വളരെ കുറയുന്നൊരു ഘട്ടത്തിൽ മാത്രമേ ഇത് HIV ഒരു എയ്ഡ്സ് ആയിട്ട് മാറുന്നുള്ളൂ. അതിൻ്റെ ഒരു കൗണ്ട് ഉണ്ട്. 200 ഇതിലേക്ക് താഴോട്ട് വരികയാണെങ്കിലാണ് അത് എയ്ഡ്സ് ആയിട്ട് മാറുന്നത്. ആ ഒരു ലെവലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും ഇന്നുള്ളത് കൊണ്ട് തന്നെ ഈ HIV പോസിറ്റീവായ എല്ലാവർക്കും എയ്ഡ്സ് വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. HIV പോസിറ്റീവ് എന്നുള്ളതിന് എയ്ഡ്സ് എന്നും അർത്ഥമില്ല. അയാളെ കണ്ടോ, ഒരു എയ്ഡ്സ് രോഗിയാണെന്ന് തോന്നുന്നില്ലേ? അയാൾക്ക് HIV പോസിറ്റീവാണെന്ന് തോന്നുന്നില്ലേ? ചിലരൊക്കെ പറയും. പ്രത്യേകിച്ച് എന്തെങ്കിലും ലൈംഗിക ബന്ധത്തിൽ സ്ഥിരമായിട്ട് ലൈംഗിക തൊഴിലാളികളൊക്കെ ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളെ നോക്കിയിട്ടോ അവരെ ട്രേറ്റ് നോക്കിയിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. HIV ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവാന്ന് പറഞ്ഞാൽ മാത്രമേ അത് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓ, അവർക്ക് HIV പോസിറ്റീവാണ്, അതിന് കുട്ടികളൊന്നും ഉണ്ടാകാൻ പാടില്ല. നോ 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 നോ, കുഴപ്പമൊന്നുമില്ല. HIV പോസിറ്റീവായ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അമ്മയിൽ നിന്ന് കുട്ടിയേക്ക് വരാൻ തടയാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് അവർക്കും കുട്ടികളൊക്കെ ആവാവുന്നതാണ്. എനിക്ക് HIV പോസിറ്റീവ് ആയല്ലോ ഡോക്ടറെ, കഴിഞ്ഞോ, എൻ്റെ ജീവിതം തീർന്നു. HIV പോസിറ്റീവ് എൻ്റെ ജീവിതത്തെ ഹാങ് ചെയ്യുകയാണല്ലോ ഡോക്ടറെ. നോ 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 നോ, അതൊക്കെ പണ്ട് HIV പോസിറ്റീവായിട്ട് ആൾക്കാർ ജീവനൊക്കെ പോകുന്ന കാലമൊക്കെ പോയി. HIV പോസിറ്റീവ് ഒരാൾക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായ ഒരാൾ ജീവിക്കുന്ന അത്രയും കാലഘട്ടം അവർക്കും ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും എല്ലാ ട്രീറ്റ്മെൻറ്റും ഇന്ന് ലഭ്യമാണ്. പലപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റിനെ അവഗണിച്ചുകൊണ്ട് പാരലായിട്ടുള്ള മറ്റ് പല ട്രീറ്റ്മെൻറ്റിലേക്കും പോയിട്ട് അവർ ഇമ്മ്യൂണി സിസ്റ്റത്തെ തകർത്തെറിഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് HIV പോസിറ്റീവ് ആയിട്ടും അവരെന്ത് ചെയ്തു? കറക്റ്റായിട്ടുള്ള ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഗവൺമെൻറ് ബേസിൽ കൊടുത്തിട്ട് അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ചില മന്ത്രത്തിൻ്റെയും ചില തന്ത്രത്തിൻ്റെയും പിറകെ പോയിട്ട് അവസാനം ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ പോയി അവസാനം ഈ ശരീരത്തിലെ തൊലിയൊക്കെ അങ്ങോട്ട് കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോയില്ല. പക്ഷേ പിന്നെ അവർ റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ART കറക്റ്റ് എടുത്തപ്പം വളരെ ഊർജ്ജസ്വലതയോടെ വളരെ ആക്റ്റീവായിട്ട് ഇന്നും അവർ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും HIV വരാതിരിക്കാൻ സൂക്ഷിക്കുക. വന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. നമ്മൾ പല മിഥ്യാധാരണകളും പേരിൽ അവർ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊന്നും ആവശ്യമില്ല. ഇത്തരം മിഥ്യാധാരണകൾ നമ്മൾ തിരുത്തി കൊടുക്കണം. നമ്മുടെ സമൂഹത്തിലും നമുക്കിടയിലും ഇത് HIV പോസിറ്റീവായ ആൾക്കാരൊക്കെ ഉള്ള വീടുകളിലും നമ്മളത് തിരുത്തിയിട്ട് അവരെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പാടില്ല. ബൈ.